പരമരസകരമായ വാർത്തകളാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിലതൊക്കെ ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJPക്ക് ഭൂരിപക്ഷം കിട്ടി എന്ന് മാത്രമല്ല, കുമാരി മമതാ ബാനർജി അവരുടെ വീടിരിക്കുന്ന മണ്ഡലത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിക്കെതിരെ സംസ്ഥാനത്ത് വലിയ അമർഷം നിലനിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ കഴിഞ്ഞ ദിവസം ചില ആളുകൾ ഓടിച്ചിട്ട് തല്ലുന്നു, അദ്ദേഹത്തെ ചീമൊട്ട് എറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഈ അഭിഷേക് ബാനർജിക്കെതിരായ അക്രമത്തെ രാഹുൽ ഗാന്ധി അപലപിച്ചു. അതുപോലെ സുപ്രസിദ്ധ ഭരണഘടനാ വിദഗ്ധനായ കപിൽ സിബലും അപലപിച്ചു. അതിനപ്പുറത്ത് വലിയ പിന്തുണയൊന്നും മമതാ ബാനർജിക്ക് കിട്ടിയിട്ടില്ല. അവർ പാർട്ടിക്കാരുടെ വലിയൊരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു. പക്ഷേ അതിൽ മിക്കവാറും MLA പങ്കെടുത്തില്ല. ആദ്യത്തെ മീറ്റിങ്ങിൽ 20 പേര് പങ്കെടുത്തു, രണ്ടാമതിൽ 6 പേര് പങ്കെടുത്തു. 80 അംഗങ്ങളുണ്ട് ഇവരുടെ പാർട്ടിക്ക് നിയമസഭയിൽ. അതിലെ മുസ്ലിം മെമ്പർമാർ പോലും ഇവരുടെ കൂടെ നിൽക്കാനില്ല. പാർട്ടി ഉടനെ പിളരും എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് കൂനുമ്മൽ ഗുരുവായിട്ട് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവിന്, വന്യവയോധികനായ ഒരു MLA ആണ് അദ്ദേഹം, തിരഞ്ഞെടുത്തതായിട്ട് ഒരു കടലാസ് നമ്മുടെ അഭിഷേക് ബാനർജി സ്പീക്കറെ ഏൽപ്പിച്ചു. ഇന്ന ആളെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കണം എന്നുള്ളത്. പക്ഷേ അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഈ തൃണമൂൽ കോൺഗ്രസിലെ 2 MLA കൂടി വേറൊരു അപേക്ഷ സ്പീക്കർ കൊടുത്തു. ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തിട്ടേ ഇല്ല, ഇതിൽ കാണുന്ന ഒപ്പുകളൊക്കെ വ്യാജമാണ്, ഞങ്ങളിങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കള്ള ഒപ്പിട്ടിട്ടാണ് അഭിഷേക് ബാനർജി ഇങ്ങനെ ഒരു പേപ്പർ സ്പീക്കർ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നു. അതേ തുടർന്ന് മറുഭാഗത്ത് BJP ആണ്. സുവേന്ദു അധികാരി ഉടനെ തന്നെ CID അന്വേഷണത്തിന് ഉത്തരവിട്ടു. CID MLA വിളിച്ച് ചോദിച്ചു. അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഒപ്പല്ല, ഇത് വ്യാജ ഒപ്പാണ്. മമതാ ബാനർജിയും അനന്തരവനും ചേർന്ന് കള്ളവൊപ്പിട്ട് സ്പീക്കറിന് മുമ്പിൽ ഒരു രേഖ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്നാണ്. അപ്പോൾ അത് വലിയൊരു വിവാദമായിട്ട്, അപവാദമായിട്ട് അവിടെ കത്തിപ്പടർന്ന് നിൽക്കുന്നു. അതേസമയത്ത് അഭിഷേക് ബാനർജിയെയും കല്യാൺ ബാനർജിയും ഒക്കെ ജനങ്ങൾ ഓടിച്ചിട്ട് തല്ലും. പാർട്ടി പിളരാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ബംഗാളിൽ നിന്നും പുറത്തു വരുന്നത്. ദേശീയ മാധ്യമങ്ങളിലൊക്കെ തൃണമൂൽ കോൺഗ്രസ് ഇന്ന് പിളരുമോ, നാളെ പിളരുമോ, മറ്റന്നാൾ പുലർച്ചെ ശുഭമുഹൂർത്തത്തിൽ പിളരുമോ എന്ന വാർത്ത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് NDTVയോ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഒന്നും നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല, കാരണം കംപ്ലീറ്റ് ബംഗാളാണ്. നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ കാര്യം പറയാൻ വേണ്ട, മലയാള പത്രങ്ങളിൽ പോലും അത് വാർത്തയായിട്ട് വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ദാവൂദ് സാഹിബ് മീഡിയ വൺ ചാനലിലിരുന്ന് വളരെ ദുഃഖത്തോടെ പറയുന്നതായിട്ട് മമതാ ബാനർജി ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ ക്ഷീണിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു തൃണമൂൽ കോൺഗ്രസ്സുകാരൻ പുള്ളിയോട് പറഞ്ഞത് എന്നാണ്. മമതാ ബാനർജിയുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കൊരു വലിയ പാരവശ്യം ഫീൽ ചെയ്യും. ക്ഷീണമല്ല, തളർച്ചയല്ല, പാരവശ്യം. ഒരുപാട് നേരമായിട്ട് വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരാളുടെ മുഖം വളരെ തളർന്നിരിക്കും. MK സ്റ്റാലിനോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഉള്ളതിനേക്കാൾ വലിയ തളർച്ച മമതാ ബാനർജിയുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാം. ഞാൻ പറയാൻ വന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല. ഈ പരിപാടി, അതായത് ഈ തൃണമൂൽ കോൺഗ്രസ് പിളർക്കാനും തകർക്കാനും ഛിന്ന ഭിന്നമാക്കാനുമുള്ള പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ആളെക്കുറിച്ചാണ്. ആ മാന്യദേഹത്തെ നിങ്ങൾ ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളിയുടെ പേര് ഋതബ്രത ബാനർജിയാണ്. ഈ പേര് അല്പമൊന്ന് ആലോചിച്ചാൽ നമുക്ക് ഓർമ്മ വരും. ഇദ്ദേഹം പശ്ചിമ ബംഗാളിൽ SFIയുടെ അനിശ്ചിത നേതാവ്. എത്തപ്പൈ സിന്ദാബാദ് സംഭവം മനസ്സിലായി. CPMൻ്റെ സുവർണകാലത്ത് ഇതേ SFIയുടെ പ്രമുഖ നേതാവായിരുന്നു പശ്ചിമ ബംഗാളിൽ. പിന്നീട് അദ്ദേഹം രാജ്യസഭ മെമ്പറായി. SFIയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അതായത് KK രാഗേഷ് ഉണ്ടല്ലോ, നമ്മുടെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന KK രാഗേഷ് കഴിഞ്ഞ് പിന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഋതബ്രത ബാനർജി. ഇദ്ദേഹം കാൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ലിറ്ററേച്ചർ പാസ്സായിട്ടുള്ള ആളാണ്. ഇംഗ്ലീഷൊക്കെ തെറ്റില്ലാതെ സംസാരിക്കും, ഡബിൾ റഹീമിൻ്റെ പോലെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് പാർട്ടി തിരഞ്ഞെടുത്തായിരുന്നു. അന്ന് ചിന്ന പയ്യനാണ്. രാജ്യസഭാ മെമ്പർ ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് പല പരാതികളുണ്ട്. ഏതാണ്ട് പശ്ചിമ ബംഗാൾ CPMലെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു പുള്ളി. നിരവധി സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി അവരെ ശാരീരികമായിട്ട് ചൂഷണം ചെയ്തതിന് ശേഷം നിഷ്കരണം ഉപേക്ഷിച്ചു. ഈ സ്ത്രീകളെല്ലാവരും ഇവിടെ VD സതീശന് പരാതി കൊടുത്ത പോലെ അവിടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് പരാതി കൊടുത്തു, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുത്തു, മറ്റ് പലർക്കും എതിരെ പരാതി കൊടുത്തു. അപ്പോൾ പാർട്ടി ആകെ നാണം കിട്ടും. ഇങ്ങനൊരു കേസിൽ ഒരാളെ പുറത്താക്കുന്നത് പാർട്ടി പ്രതികരിക്കുന്ന ധാർമ്മിക സദാചാര മൂല്യങ്ങൾക്കും നിരക്കുന്നതല്ല എന്ന് തോന്നിയതുകൊണ്ട് പുള്ളി വേറൊരു ചാർജിൽ പാർട്ടിക്ക് പുറത്താക്കി. പാർട്ടി പുറത്താക്കാൻ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം ആപ്പിളിൻ്റെ വിലയേറിയ ഒരു iPhone ഉപയോഗിച്ചു.
അതുപോലെ തന്നെ പുള്ളിയുടെ പോക്കറ്റിൽ കുത്തിയിട്ടുള്ള പേന എന്ന് പറയുന്നത് മോബ്ല എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ്. ഇത് രണ്ടും അത്യാർഭാടക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ്. ഒരു സാധാരണക്കാരനായ പാർട്ടി സഖാവും എല്ലാം റോട്ടോമാക്കിൻ്റെയോ റെയ്നോൾസിൻ്റെയോ അല്ലെങ്കിൽ 5 രൂപയുടെ ബിസ്മിയുടെ പേനയാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം ഇത്ര വില കൂടിയ മോബ്ല എന്ന് പറഞ്ഞ പേന പോക്കറ്റിൽ കുത്തിയത് തെറ്റാണ്. അതുപോലെ വല്ല സാധാരണക്കാർ ഉപയോഗിക്കുന്ന നോക്കിയയുടെയോ മറ്റോ ഫോൺ ഉപയോഗിക്കാതെ ആപ്പിളിൻ്റെ ഐഫോൺ ഉപയോഗിച്ചതും പാർട്ടിയുടെ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ് പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പോഴും രാജ്യസഭാംഗമാണ്, രാജ്യസഭയിൽ ഒരു സ്വതന്ത്ര മെമ്പറായിട്ട് പുള്ളി കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് അദ്ദേഹം ആദ്യം ചെയ്ത സംഭവം എന്ന് അറിയുമോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി. എന്തുകൊണ്ട് ചോറ്റാനിക്കരയ്ക്ക് പോയില്ല, എന്തുകൊണ്ട് ശബരിമലയ്ക്ക് പോയില്ല എന്ന് നിങ്ങൾ അല്പം ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം പുള്ളി CPM ഒരു രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇനിയിപ്പോൾ CPM ആയിട്ട് നടക്കുന്നില്ല, ഇടതുപക്ഷക്കാരനായിട്ട് നടക്കുന്നില്ല, കഥയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളി തൃണമൂൽ കോൺഗ്രസ് ചെയ്തു. അവിടെയും പുള്ളിയുടെ ലീലാവിലാസങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്കറിയില്ല. ഏതായാലും മമതാ ബാനർജിക്ക് പുള്ളിയെ വളരെ ബോധിച്ചു. ആൾ കൊള്ളാം, ചെറുപ്പക്കാരനാണ്, യോഗ്യനാണ്, കാണാനും സുഖകരമാണ്, ഇംഗ്ലീഷും അറിയാം. അപ്പോൾ ആ നിലയ്ക്ക് ദീദി 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, പുള്ളിയെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ തൊഴിലാളി വിഭാഗമുണ്ട്, INTTUC, INTUC അല്ല, INTTUC. ഈ TTUCയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് നിയമിച്ചു. അതുകൂടാതെ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ചു. അങ്ങനെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പുള്ളി രാജ്യസഭാ മെമ്പർ ആയിട്ട് ഇരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ. അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അദ്ദേഹത്തിന് മത്സരിക്കാൻ സുരക്ഷിതമായ ഒരു സീറ്റ് കൊടുത്തു. പുള്ളി മത്സരിച്ച് ജയിച്ചു, MLA. ഇത്രയൊക്കെ ഉപകാരം ചെയ്താണല്ലോ മമതാ ബാനർജി. അവർക്കിട്ട് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ എന്നാലോചിച്ചിട്ട് ഈ ചെറുപ്പക്കാരനെ ചെയ്തു. അദ്ദേഹമാണിപ്പോൾ വിമതന്മാരുടെ അനിഷേധ്യ നേതാവ്. ഈ 50 അല്ലെങ്കിൽ 55 MLA ചാക്കിട്ട് പിടിച്ച് മമതാ ബാനർജിക്കെതിരായിട്ട് കലാപം നടത്തുന്നത് ഋതബ്രത ബാനർജിയാണ്. സ്പീക്കർക്ക് പരാതി കൊടുത്തത് ഋതബ്രത ബാനർജിയാണ്. അദ്ദേഹത്തിൻ്റെ ആ പരാതിയുടെ പുറത്താണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. പത്രങ്ങളിൽ വരുന്ന റിപ്പോർട്ട് വിശ്വസിക്കാമെങ്കിൽ ഈ 50 പേര് കൂടിയിട്ട് ഒരു പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കാൻ സ്പീക്കർക്ക് അപേക്ഷ കൊടുക്കും. സ്പീക്കർ BJP-കാരനാണ്. മാത്രമല്ല സ്പീക്കറുടെ മുമ്പിലാണ് മറ്റേ പരാതി ഇരിക്കുന്നത്. 54 MLA കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇവരുടെ കൂടെ 60 പേരുണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ 60 അല്ലെങ്കിൽ 55 MLA കൂട്ടി പാർട്ടി പുലർത്താൻ, നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ, പ്രതിപക്ഷ നേതാവായിട്ട് കന്റോൺമെൻറ്റ് ഹൗസിന് തുല്യമായിട്ടുള്ള ബംഗാളിലെ ഹൗസിൽ താമസിക്കാൻ, കൊടിവച്ച കാറിൽ യാത്ര ചെയ്യാൻ പോകുന്നവരാണ്. അത് നമ്മുടെ പഴയ സഖാവ് ഋതബ്രത ബാനർജിയാണ്. ഇത് കേൾക്കുമ്പോൾ KK രാഗേഷും അതുപോലെ മറ്റ് പല സഖാക്കൾക്കും നഷ്ടബോധം ഉണ്ടാവും എന്നെനിക്കറിയാം. ഒരുപാട് CPM നേതാക്കന്മാർ SFIയിൽ കൂടി DYFIയിൽ കൂടിയൊക്കെ വളർന്ന് വന്ന നേതാക്കന്മാർക്ക് സങ്കടം തോന്നും. കാരണം അവരൊക്കെ ആ നല്ല കാലത്തും കെട്ട കാലത്തുമൊക്കെ CPMൽ തന്നെ പ്രവർത്തിച്ചവർ. അവർക്ക് ആർക്കും മോബ്ല പോക്കറ്റിൽ കുത്താനോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഐഫോൺ ഉപയോഗിക്കാനോ തോന്നിയില്ല. ഇവിടെ ചിലർക്കൊക്കെ ഭാര്യമാർക്ക് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടും അസോസിയേറ്റ് പ്രൊഫസറായിട്ടും താൽക്കാലിക അധ്യാപികമാരായിട്ടൊക്കെ ജോലി ഓടിച്ചു കൊടുക്കാൻ പറ്റി. ബാക്കിയുള്ളവരുടെ ഭാര്യമാർക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ കിട്ടി. അത്രേ ഉള്ളൂ. ഋതബ്രത ബാനർജിയെ നമ്മൾ കണ്ടുപിടിക്കും. എന്താ വെച്ചാൽ CPMൽ നിന്ന് അവിടെ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് ചേരി ആ പാർട്ടി രണ്ടായിട്ടല്ല ഛിന്ന ഭിന്നമാക്കിയിട്ട് BJP-യുടെ പിന്തുണയോട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ഒറിജിനൽ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച് അതിൻ്റെ അനിഷേധ്യ നേതാവായിട്ട് വിലസാൻ പോവുകയാണ്. എങ്ങനെയുണ്ട്? പണ്ട് ഈ കൈരളി ചാനലിൽ വന്നിരുന്ന ഒരു സീരിയലിൽ നമ്മുടെ ഇന്ദ്രൻസ് ചോദിക്കും, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, എങ്ങനെയുണ്ട് ഋതബ്രത ബാനർജിയുടെ ബുദ്ധി? ചെറിയ ബുദ്ധിയാണ്.